ഊരകം ഗ്രാമപഞ്ചായത്തിൽ ഊരകം കീഴ്മുറി കുറ്റാളൂർ പ്രദേശത്ത് 1927 ഒരു പീടികയുടെ മുകളിലാണ് ഈ വിദ്യാലയം ആരംഭിക്കുന്നത്. അതിനുശേഷം 1939 ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുക്കുകയും അങ്ങനെ ബോയ്സ് ബോർഡ് സ്കൂൾ എന്ന രൂപത്തിൽ ആ സ്കൂള് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്കൂള് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത്. അതിനുശേഷമാണ് പിന്നീട് ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ ഊരകം കിഴിമുറി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു തുടക്കം മുതൽക്ക് നോക്കുകയാണെങ്കിൽ 97 വർഷത്തോളമുള്ള പ്രായം ഈ വിദ്യാലയത്തിന് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂടിച്ചേരൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയെങ്കിലും അപ്പോഴേക്ക് കോവിഡിൻ്റെ ആ പ്രശ്നമൊക്കെ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ വർഷം സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ശക്തമാക്കണം എന്ന സ്കൂൾ ഹെഡ് മാസ്റ്ററുടെയും അതുപോലെ PTA ഒക്കെ ആവശ്യപ്രകാരം ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ഇപ്പോൾ 1500ഓളം ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികളെ ആ ഗ്രൂപ്പിൽ ചേരുകയുണ്ടായി. അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോരുത്തരുടെയും അത്യാവശ്യ വിവരങ്ങൾ, പേര്, അതുപോലെ ജോലി, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതുപോലെ ഈ ഇതിന് സംഗമത്തിൽ വരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിവരം, അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ഗൂഗിൾ ഫോർമാറ്റ് ഉണ്ടാക്കി അതിൽ അവർ രജിസ്ട്രേഷൻ നടത്താനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ കൂടെ നെല്ലിമര തണലിൽ എന്നാണ് ഈ കൂട്ടായ്മയ്ക്ക് പേര് നൽകിയിട്ടുള്ളത്. അതിന് യുവാക്കളായ കുറച്ച് PTA പ്രതിനിധികൾക്ക് വളരെ സജീവമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള സുലൈമ മാഷുടെയും PTA പ്രസിഡൻറ്റ് ഹാരിസ് വേരേങ്ങലിൻ്റെയൊക്കെ താല്പര്യപ്രകാരം ആണ് ഈ പരിപാടി നമ്മൾ നല്ലൊരു വിജയമാക്കി തീർക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2-3 യോഗങ്ങൾ നമ്മൾ കൂടുകയുണ്ടായി. ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും അതിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി പൂർവ്വ വിദ്യാർത്ഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതുപോലെ ജീവിച്ചിരിക്കുന്ന പൂർവ്വ അധ്യാപകരെ പരമാവധി ഈ പരിപാടിയിലേക്ക് സംബന്ധിപ്പിക്കുകയും ചെയ്യുക. ആ പരിപാടി നടക്കുന്ന അന്ന് പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ നടത്തുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിൽ നിന്നും ഇവിടെ പ്രശസ്ത സേവനം നടത്തി മരിച്ചുപോയ കുറേ മഹത് വ്യക്തികളുണ്ട്, അധ്യാപകരുണ്ട്. അവരെയൊക്കെ ഒന്ന് സ്മരിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഈ ചടങ്ങിൻ്റെ കൂടെ നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജനുവരി 26 ഒരു വട്ടം കൂടി നെല്ലിമര ചുവട്ടിൽ എന്ന ഈ പരിപാടി രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ MLA ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണ് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മലമ്പൂർ രാജൻ ബാബു വന്നൊരു പ്രഭാഷണം നടത്താം എന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉദ്ഘാടന ചടങ്ങോടനുബന്ധിച്ച് തന്നെ പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെ നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം ഓരോ ആദ്യ കാലഘട്ടത്തിലെ ഒരു 10 വർഷക്കാരെയും പിന്നീടുള്ള 5 വർഷക്കാരെയൊക്കെ ആയിട്ടുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഓരോ ക്ലാസ് മുറിയിലേക്ക് വിടുകയും അവിടെ ആ ഗ്രൂപ്പുകൾ അവർ പരസ്പരം പരിചയപ്പെടുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ ഓരോ ഗ്രൂപ്പിലും ഓരോ ചെറിയ സംഘടനാ രൂപം ഉണ്ടാക്കിയ ഒരു പ്രസിഡൻ്റ്, അതുപോലെ അത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംഘടനാ രൂപം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചു കൂടി ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയുടെ മുൻപായിട്ട് ഒന്നിച്ചു കൂടിയതിന് ശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാകുന്ന വളരെ കുറച്ച് കലാപരിപാടികൾ, ഇപ്പോൾ തിരുവാതിര, ഒപ്പന, കോൽക്കളി,
ഇങ്ങനെയുള്ള ഒരു സംഘനൃത്തം, ഇങ്ങനെയുള്ള ഏതാനും ഗ്രൂപ്പുകളും ഇൻഡിവിജ്വലായിട്ട് കുറച്ച് കലാപരിപാടികളും നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ അതിനുശേഷം ഇതിലെ ഓരോ ബാച്ചുകളും പ്രത്യേകം കൂടി സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ഇത്തരം കൂട്ടായ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഓരോ ഗ്രൂപ്പിലും അവശരായിരിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ സഹായിക്കുക, അവരെ പോയി സാന്ത്വനിപ്പിക്കുക, അതിനൊക്കെ ഇത്തരം കൂട്ടായ്മ വളരെയധികം പ്രയോജനപ്പെടും എന്നാണ് പൊതുവേ നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് കാര്യത്തിന് ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പ്രയോജനപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിജയകരമാക്കുന്നതിന് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഉള്ള എല്ലാ ആളുകളും ആ ദിവസം ജനുവരി 26-ന് ഒരു വട്ടം കൂടി എന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത്. അതുപോലെ ഈ കുട്ടികളൊക്കെ കുട്ടികളെന്ന് വെച്ചാൽ പ്രായമുള്ളവരാണ്, ഇവരൊക്കെ ഓരോ വർഷത്തെയും ഗ്രൂപ്പ് ഫോട്ടോകൾ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് അവരെ അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ കാണുക എന്നാണ്. അപ്പോൾ ഈ അധ്യാപകരും കുറേ ആളുകളൊക്കെ ഗ്രൂപ്പിലുണ്ട്. പരമാവധി അധ്യാപകരും നമുക്കെതിരേക്ക് വരണം. അതുപോലെ മരിച്ചുപോയ അധ്യാപകരൊക്കെ സ്മരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിജയകരമായി നടത്താൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ ഹെഡ് മാസ്റ്റർ സുലൈമാൻ മാഷ്, അതുപോലെ PTA പ്രസിഡൻറ്റ് ഹാരിസ് വേരേങ്ങൽ, അതുപോലെ PTA MTA ഒക്കെ അംഗങ്ങൾ, പിന്നെ അതുപോലെ സംഘാടക സമിതിയിലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളായുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വളരെ ശക്തമായ പ്രവർത്തനം ഈ പരിപാടിയെ നല്ല വിജയകരമാക്കി തീർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.